യെസ്, അങ്ങനെ ഏതാണ്ടൊക്കെ ഉറപ്പിച്ചൊരു മാച്ചായിരുന്നു എലിമിനേഷൻ ചേമ്പറിലേക്കുള്ള US ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള മാച്ച്. അതായത് ലോഗൻ പോളും കെവിൻ ഓവൻസും തമ്മിലുള്ള ആ ഒരു മാച്ച് ഇപ്പോൾ നടക്കാൻ പോകുന്നില്ലെന്നാണ് ഡേവ് മെൽസർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് തന്നെ അറിയാവുന്നൊരു കാര്യം കൂടിയാണ്. കാരണം എലിമിനേഷൻ ചേമ്പറിൽ ലോഗൻ പോളും അതുപോലെ തന്നെ കെവിൻ ഓവൻസും ക്വാളിഫൈ ആകും. സോ എന്തായാലും ആ ഒരു മാച്ച് നടക്കാൻ പോകുന്നില്ല. അവർ ഉറപ്പായിട്ട് എലിമിനേഷൻ ചേമ്പറിൽ പങ്കെടുക്കും. പക്ഷേ അവരുടെ ആ ഒരു US ചാമ്പ്യൻഷിപ്പ് റീമാച്ചൊന്നും നടക്കാൻ പോകുന്നില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ലോഗൻ പോൾ നല്ലൊരു റെസ്ലറാണ്. WWE ഉള്ള മറ്റ് പ്രൊഫഷണൽ റെസ്ലേഴ്സിനെക്കാട്ടിലും നല്ല രീതിയിൽ റെസ്ൽ ചെയ്യുന്നൊരു താരമാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം പെർമനൻ്റ് അല്ല, WWE ഇടയ്ക്കിടയ്ക്കേ വരുന്നുള്ളൂ. അദ്ദേഹം ഒരു US ചാമ്പ്യനാണ്. WWE ചാമ്പ്യൻഷിപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, ഒരു മിഡ് കാർഡ് ടൈറ്റിലുമാണത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന അത്ര ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് US ചാമ്പ്യൻഷിപ്പ് എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു പക്ഷേ ആ ഒരു ചാമ്പ്യൻഷിപ്പ് കെവിൻ ഓവൻസ് എടുത്താലും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കെവിൻ ഓവൻസ് ആ ഒരു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ്, അതായത് അദ്ദേഹം നേരത്തെ ഒരു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ചാമ്പ്യൻഷിപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ ശേഷം അദ്ദേഹം നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. സോ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അദ്ദേഹം വിജയിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതായത് ലോഗൻ പോൾ കെവിൻ ഓവൻസ് മാച്ച് എലിമിനേഷൻ ചെയ്യുമ്പോൾ നടക്കാൻ പോകുന്നില്ല. ഡേവ് മെൽസർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അതായത് ധാരാളം മാറ്റങ്ങൾ WWE പെട്ടെന്ന് WWE വരുത്തുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയൊരു മാറ്റം കൂടിയാണ് ഈ ഒരു കെവിൻ ഓവൻസ് ലോഗൻ പോൾ മാച്ച് എലിമിനേഷൻ ചേമ്പറിൽ നിന്ന് മാറ്റിയത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് CM Punkുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. അതായത് CM Punkന് ഇഞ്ചുറി ആയി പോകുന്നത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, CM Punkന്റെ റിട്ടേൺ എപ്പോഴായിരിക്കുമെന്ന്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കൺഫേം ആയിട്ടുള്ള കാര്യമല്ല, റൂമറാണ് പുറത്തേക്ക് വരുന്നത്. അതായത് റെസ്ൽമേനിയയ്ക്ക് ശേഷമുള്ള റോ എപ്പിസോഡിൽ CM Punk റിട്ടേൺ ചെയ്യും, അതായത് ഇൻറിംഗിലേക്ക് റിട്ടേൺ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അല്ലാതെ ഒരു കമൻട്രി ഭാഗം അല്ലെങ്കിൽ ഒരു പ്രസ് കോൺഫറൻസ് അതുപോലുള്ള ഇവൻറ്റിലൊക്കെ അദ്ദേഹം പങ്കെടുക്കും. അതായത് മൈക്ക് വെച്ച് ചെയ്യാവുന്ന പരിപാടിയൊക്കെ അദ്ദേഹം ചെയ്യും. പക്ഷേ ഒരു ഇൻറിംഗ് അദ്ദേഹത്തിന് റിട്ടേൺ എന്ന് പറയുന്നത് റെസ്ൽമേനിയയ്ക്ക് ശേഷമുള്ള റോയിലാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. സോ അത് മാറ്റം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഇതൊരു റൂമർ മാത്രമാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കാലുഷിക്ക് ഒക്കാഡയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. എന്തെങ്കിലും ഫൈനലി കാലുഷിക്ക് ഒക്കാഡ AEWയിലേക്ക് സൈൻ ചെയ്യാൻ പോവുകയാണെന്നാണ് പുറത്തേക്ക് വരുന്നത്. ഇതുവരെ WWE സൈൻ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് കൺഫേം ആയിരിക്കുകയാണ് അദ്ദേഹം AEWയിലേക്ക് പോവുകയാണെന്ന്. അദ്ദേഹം നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് എൻ്റെ കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. എന്തായാലും WWE AEW ആയിരുന്നു, ആര് വേണമെങ്കിൽ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പോൾ AEW അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു WWE എടുത്താലും NXTയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. സോ NXTയിലേക്ക് പോകുന്ന ഒരു പക്ഷേ കാലുഷിക്ക് ഒക്കാടയ്ക്ക് അത്ര താല്പര്യമുള്ള കാര്യമായിരിക്കണമെന്നില്ല. കാരണം NXT എന്നൊരു സൂപ്പർ സ്റ്റാറാണ് കുഷിത എന്ന് പറയുന്നൊരു ജാപ്പനീസ് സൂപ്പർ സ്റ്റാർ. അദ്ദേഹം വേറെ ലെവൽ റെസ്ലറായിരുന്നു. അതായത് മറ്റ് കമ്പനിയിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷേ NXTയിലേക്ക് വരികയും അദ്ദേഹത്തെ ടോട്ടലി ഒരു മോശം റെസ്ലറായിട്ടൊക്കെ കാണിക്കുന്ന പോലെ എനിക്ക് തോന്നി. സോ എനിക്കറിയില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും കാലുഷിക്ക് ഒക്കാട AEWയിലേക്ക് WWയിലേക്ക് വരാത്തത്. എന്തായാലും WWയിലേക്ക് മറ്റൊരു ലക്ഷ്യം കൂടെ കാണും. അതായത് AEW അദ്ദേഹം വളർന്ന് പിന്നെ WWയിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു ലക്ഷ്യം WWയിലേക്കാണ്. സോ അതുകൊണ്ടായിരിക്കും WWE അങ്ങ് വിട്ടുകൊടുത്തത്. അല്ലെങ്കിൽ വേണമെങ്കിൽ WWയിലേക്ക് സൈൻ ചെയ്യാവുന്ന ഒരു സൂപ്പർ സ്റ്റാറേ ഉള്ളൂ ഒക്കാടയും. അതുപോലെ തന്നെ മറ്റൊരു വിലോസ് പ്രൈക്ക് വേണമെങ്കിൽ WWയിലേക്ക് സൈൻ ചെയ്യാവുന്നുള്ളൂ. പിന്നെ WWE ആ ഒരു രീതി വിട്ടുകൊടുത്ത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സാമി സേനയോട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റാണ്. അതായത് സാമി സേനയോട് ബന്ധപ്പെട്ട് വളരെ മോശമായിട്ടൊരു അപ്ഡേറ്റാണ് പുറത്തേക്ക് വരുന്നത്. അതായത് സാമി സേന തുടർച്ചയായിട്ട് 11 മാച്ചുകൾ പരാജയപ്പെട്ടെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. സോ സാമി സേനൻ്റെ ഒരു റൺ വളരെ മോശം രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മോശം രീതിയിൽ പോയാലും അപ്പോൾ നല്ല പുഷ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഇതുപോലെ സെത്ത് റോളിൻസും തുടർച്ചയായിട്ട് കുറേ മാച്ചുകളൊക്കെ പരാജയപ്പെട്ടു. പിന്നെ അദ്ദേഹത്തെ ഒരു ബേബി ഫേസ് ആയിട്ട് കാണിച്ചു, അദ്ദേഹം പിന്നെ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചു. സോ അതുപോലെ സാമി സേനെ ഒരു ബേബി ഫേസൊക്കെ ആയിട്ട് കാണിച്ചത് തുടർച്ചയായിട്ട് പരാജയപ്പെട്ടതിന് ശേഷം പിന്നെ അത് പുഷ് കൊടുക്കാനായിരിക്കും WWE പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ റൺ വളരെയധികം മോശമാണ്. ഏതാണ്ട് 11 മാച്ചാണ് അടുപ്പിച്ച് പരാജയപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോക്ക് സ്റ്റോൺ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റാണ്. അതായത് റോക്ക് വേഴ്സസ് സ്റ്റോൺ ഗോൾഡ് മാച്ച് റെസ്ൽമേനിയ 40 നടക്കുമെന്ന് ഇപ്പോൾ ആരാധകർക്കിടയിൽ വലിയ ചർച്ച തന്നെയാണ് നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ടീസ് സ്റ്റോൺ ഗോൾഡ് ചെയ്തു എന്നും ആരാധകർ പറയുന്നുണ്ട്. സോ ആരാധകരെ ഉണ്ടാക്കി പറയുന്നൊരു കാര്യമാണിത്. എന്തായാലും എന്താണെന്ന് നിങ്ങൾ പറയാം. സ്റ്റോൺ ഗോൾഡിൻ്റെ ഒരു പരസ്യ ചിത്രം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു പരസ്യ ചിത്രത്തിനകത്ത് സ്റ്റോൺ ഗോൾഡ് ഒരു പാറ അടിച്ചു, അതായത് ഒരു റോക്ക് അടിച്ചു പൊട്ടിക്കുന്ന ഒരു പരസ്യ ചിത്രമാണിത്. എന്തായാലും അത് കണ്ടിട്ടാണ് ആരാധകർ പറയുന്നത് അതായത് അത് റോക്കാണ് അടിച്ചു പൊട്ടിക്കുക. സോ അതൊരു ടീസാണ്, അദ്ദേഹം റെസ്ൽമേനിയ റോക്കിന് നേരിടും എന്നതിനുള്ളതെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഇതൊരു ആരാധകരുടെ അസംഷൻ മാത്രമാണ്. എനിക്ക് തോന്നില്ല റോക്ക് വേഴ്സസ് സ്റ്റോൺ ഗോൾഡ് മാച്ചൊക്കെ നടക്കുന്നത്. കാരണം കുറച്ച് പ്രായമായി സ്റ്റോൺ ഗോൾഡിന്, അദ്ദേഹം ഇനി മാച്ചൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അദ്ദേഹം മാച്ച് ചെയ്തത് ഫിസിക്കലി നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്താൽ തന്നെ ഒരു മാച്ചൊക്കെ ഇതിന് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എനിക്ക് തോന്നുന്നത്. സോ റോക്ക് വേഴ്സസ് സ്റ്റോൺ ഗോൾഡ് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ WWE പറഞ്ഞ പോലെ അത് നിങ്ങൾക്ക് അങ്ങനത്തെയൊക്കെ മാച്ച് വേണമെങ്കിൽ നിങ്ങൾ WWE 2K24 എടുത്ത് കളിക്കൂ. നിങ്ങൾക്ക് അതായത് പല ഡ്രീം മാച്ചും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നടക്കുമെന്നൊന്നും പറയാൻ സാധിക്കില്ല. ബട്ട് നമുക്കത് കളിക്കാൻ സാധിക്കും WWE 2K24 സോ ഒരു പരസ്യം പോലെ WWE ആണോ മറ്റാരോ WWE ബന്ധപ്പെട്ട മറ്റാരോ ഇതിങ്ങനെ പറയുന്നുണ്ട്. സോ അതാണ് എനിക്കിപ്പോൾ ഓർമ്മ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പലരും ചോദിച്ചൊരു ചോദ്യമാണ്, എലിമിനേഷൻ ചേമ്പറിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം ഒന്നിടുമെന്ന്. എന്തായാലും ഈ ഒരു വീഡിയോ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
എന്തായാലും നിങ്ങൾക്ക് ഉറക്കമൊക്കെ കളഞ്ഞ് വെളുപ്പിന് എണീച്ച് എലിമിനേഷൻ ചേമ്പർ കാണേണ്ടി വരില്ല. ഇപ്രാവശ്യത്തെ എലിമിനേഷൻ ചേമ്പർ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് കാണാൻ സാധിക്കും. അതായത് ഏതാണ്ട് 3 മണിക്ക്, അതായത് ഫെബ്രുവരി 24 ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങൾക്ക് എലിമിനേഷൻ ചേമ്പർ കാണാൻ സാധിക്കും. സോണി 10/1, 10/3. ഇനി ഫോണിലാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ സോണി ലിവിലും കാണാൻ സാധിക്കും. പിന്നെ RTS എന്ന് പറയുന്ന ഒരു ആപ്പിൽ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ആപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ആ ഒരു ആപ്പ് എത്രത്തോളം സേഫ് ആണെന്ന കാര്യം ഒന്നും എനിക്കറിയില്ല. എനിക്കറിയാം പ്ലേ സ്റ്റോറിലുള്ള ആപ്പല്ല RTS എന്ന് പറയുന്നത്. മറ്റൊരു, അതായത് നമ്മൾ ക്രോമിലും ഗൂഗിളിലൊക്കെ പോയി ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്പാണ്. സോ അതിൻ്റെ സേഫ്റ്റി എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റിസ്ക് എടുത്ത് കാണാമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് കാണാനായി ശ്രമിക്കുക. ആ ഒരു ആപ്പ് ഇപ്പോൾ നിലവിലുണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നിങ്ങൾക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ 1-2 സെക്കൻഡിൻ്റെ പോലും ആവശ്യമില്ല. സോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.